ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ടി വി പ്രസാദ്, അതിജീവിതയുടെ വെളിപ്പെടുത്തൽ വന്നത് മുതൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി പ്രതികളുടെ ഒരു ശക്തി, അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികളുടെ ഒരു ശക്തി, അത് ഈ അതിജീവിതയുടെ പരാതിയിൽ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക്, ഇപ്പോൾ അഡ്വക്കേറ്റ് ഫിർദോസ് സൂചിപ്പിച്ചതുപോലെ വാർത്തകളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കോടതിയിലേക്ക് അപ്പീൽ പോയി ഈ ഡയറക്ഷൻ തന്നെ മാറ്റുന്നതിന് അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഇനിയിപ്പോൾ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് നീതി പ്രതീക്ഷിക്കാമോ അതിജീവിതയ്ക്ക്? ഉറപ്പായും നിയമ സംവിധാനങ്ങളിലൂടെ ഈ കേസ് അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ അതിജീവിത ആരോപണം ഉന്നയിച്ചത് മുതൽ, അതായത് സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു CIയും ഒരു DYSPയും ഒരു SP-യും അതൊരേ ജില്ലയിലെ അടുത്തടുത്ത ശ്രേണികളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പൊസിഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പീഡന ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം നേരത്തെ 2022 ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ അതിജീവിത ഉന്നയിച്ചതുമാണ്. പക്ഷേ അന്ന് FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ് തന്നെ ഒരു അന്വേഷണം നടത്തി അതിലൊന്നുമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് കോടതിയെ പോലും അറിയിക്കാതെ അത് അടച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ഘട്ടത്തിൽ PV അൻവറിൻ്റേതുൾപ്പെടെയുള്ള വിമർശനങ്ങളൊക്കെ ആ മലപ്പുറത്തെ പോലീസ് സേനയ്ക്കുമെതിരെ ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അവർക്കത് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടാകുന്നത്. പൊന്നാനി സ്റ്റേഷനിലെ SHO വിനോദിനെ വീട്ടിൻ്റെ ഒരു തർക്കവുമായിട്ടാണ് ഈ അതിജീവിത സമീപിക്കുന്നത്. അന്ന് സമീപിച്ച സമയത്ത് അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ വിനോദ് അന്ന് രാത്രി ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരുടെ സുഹൃത്തായ യുവതി ആ വീട്ടിലുണ്ട്, ഇവരുടെ കുഞ്ഞുണ്ട്, സുഹൃത്തിൻ്റെ കുഞ്ഞുണ്ട്. ഇവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിനോദ് ഇവരെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും ഈ പറയുന്ന രീതിയിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം വിനോദ് ഇങ്ങനെ വീട്ടിൽ വന്ന് ചെയ്തു എന്ന് പരാതിപ്പെട്ടത് തിരൂർ DYSP-ആയ VV ബെന്നിയുടെ മുന്നിലാണ്. യഥാർത്ഥത്തിൽ ആ സമയത്ത് തന്നെ FIR എടുത്ത് വിനോദിനെതിരായ പരാതി അന്വേഷിക്കേണ്ടതിന് പകരം വിനോദിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് VV ബെന്നിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. VV ബെന്നി തന്നെ ഒരു അന്വേഷണം നടത്തി അതിൽ കഴമ്പില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും അതങ്ങ് അവസാനിപ്പിക്കുകയുമായിരുന്നു. മാത്രമല്ല, കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിജീവിതയുടെ വീട്ടിലേക്ക് വന്ന VV ബെന്നിയും അതിജീവിതയെ മോശമായി ചൂഷണം ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ടായി എന്നാണ് അതിജീവിത പറയുന്നത്. അതിനുശേഷം VV ബെന്നിക്കെതിരെയും വിനോദിനെതിരെയുമുള്ള തൻ്റെ പരാതിയുമായി എത്തുന്നത് അന്നത്തെ മലപ്പുറം SP സുജിത് ദാസിൻ്റെ മുന്നിലാണ്. അങ്ങനെ സുജിത് ദാസും ഈ സ്ത്രീയെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം, അവരുടെ പരാതി. അതിജീവിത ഇപ്പോഴും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വ്യക്തമാണ്, പൊന്നാനി പീഡനക്കേസിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അതിജീവിത വ്യക്തമാക്കുന്നു. മജിസ്ട്രേറ്റിനി പുതിയ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരിക്കുകയാണ്.